എന്തല്ലാ എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു രാജ്മ മസാല, പഞ്ചാബി ദാബ സ്റ്റൈൽ ഒരു രാജ്മ മസാല ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന് കിഡ്നി ബീൻസ് എന്നോ അങ്ങനെ എന്തെല്ലോ പേര് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആയിട്ട് ഒരു കുക്കറിലേക്ക് 1 കപ്പ് ഓവർനൈറ്റ് കുതിർത്തെടുത്ത രാജ്മയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് ഇറക്കി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ രാജ്മ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലസ് അത് വളരെ പ്രോട്ടീൻ സത്ത് നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഒരു മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ നല്ലതാണ്. ഈ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിയായി നറുക്കി വെച്ച 2 ഉള്ളിയും പച്ചമുളകും 2 പച്ചമുളകും 2 ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ കുറച്ചൊരു ടെക്സ്ചർ മാറി വരട്ടെ. ആ സമയത്ത് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ഈ തക്കാളി നമ്മളിപ്പോൾ അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ കുറച്ചൊന്ന് മാറി വരുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി കണ്ടോ മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് തക്കാളി മാത്രമാണ് ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നെ സഹായിക്കാൻ ഒരാൾ അരിയത്തുണ്ടേ. ഇതിലൊഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളിയിലുള്ള വെള്ളം ഒന്ന് നല്ലോണം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതും ചേർത്തിട്ട് ആ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ തന്നെ ഒരു 2 പിഞ്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇതൊരു പയറല്ലേ, അപ്പോൾ എന്തായാലും പെരുങ്കായെല്ലാം ചേർക്കുന്നത് നല്ലതായിരിക്കും, ഗ്യാസെല്ലാം പിടിക്കുന്നതിലേക്കെല്ലാം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വിസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ ആവിയെല്ലാം ഇറങ്ങിയ പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആദ്യം 1/2 ടീസ്പൂണ് പയറിലിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 3/4 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് തിളക്കണം. അപ്പോൾ തിളക്കുമ്പോൾ ഈ ഉപ്പും ഇതെല്ലാം ഈ പയറിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചത്. ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇങ്ങനെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലോണം വെള്ളം ഒന്ന് കുഴമ്പ് രൂപത്തിലാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, കണ്ടില്ലേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റൗമ്മ തന്നെ ഇരുന്നോട്ടെ, മൂടി വെക്കണ്ട. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആവി അങ്ങ് പോകും. അപ്പോൾ നല്ല ഒന്നും കൂടി കുഴമ്പ് രൂപത്തിലായി വരും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളി രാജ്മ മസാല. ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റാണ്, അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.